ഇന്ന് ഞാനിവിടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. പെയിന്റ് ചെയ്യാൻ അറിയാത്ത ആർക്കും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ വൈറ്റ് പെയിന്റ് വെച്ചിട്ട് ഈ ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചെടുക്കുകയാണ്. ഫസ്റ്റിലുള്ള ബേസ് കോട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ രണ്ടാമത്തെ കോട്ടും കൂടി ചെയ്തെടുക്കുകയാണ്. രണ്ടാമത്തെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ് കിട്ടും നമ്മുടെ ബോട്ടിലിന്. അങ്ങനെ രണ്ടാമത്തെ കോട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ബോട്ടിലിന്റെ മുകളിൽ ചെറുതായിട്ട് മാർക്കിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പെൻസിൽ വെച്ചിട്ട്. ക്യാമറ ഓൺ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിള്, അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കിളി ഒരു മരച്ചില്ലയുടെ മുകളിൽ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ സർക്കിളിന് ഒരു ഓറഞ്ച് കളറാണ് ഇവിടെ കൊടുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിതാ ആ സർക്കിളിൻ്റെ പകുതി മുക്കാലോളം ഈ ഓറഞ്ച് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അതും ഓറഞ്ച് കളറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ സർക്കിൾ ഫിനിഷ് ആക്കുന്നത്. ഇനി ബ്ലാക്ക് കളർ എടുത്തിട്ട് കിളിക്കും അതുപോലെ തന്നെ ചില്ലകൾക്കും കൊടുത്തെടുക്കുകയാണ്. പെയിന്റ് ബ്രഷിൻ്റെ അറ്റം നല്ല നേർത്തതാണെങ്കിൽ നമുക്ക് ഈ കിളീനെയും ചില്ലയെയും നല്ല വൃത്തിക്ക് വരച്ചെടുക്കാം. എൻ്റെ കയ്യിലുള്ള ബ്രഷ് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേർപ്പിച്ചിട്ട് വേണം എനിക്കിത് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മളിതാ ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് കിളീനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചില്ലകളാണ് ചെയ്തെടുക്കുന്നത്. മുകളിലോട്ടുള്ള ചില്ലകളൊക്കെ ലൈറ്റായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. താഴോട്ടുള്ളത് കുറച്ചും കൂടി കട്ടിയിലാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.